ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഊട്ടി എത്തിയ ദിവസം ഞങ്ങളൊന്ന് റിഫ്രഷ് ഒക്കെ ചെയ്തിട്ട് വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം പോകാനായിട്ട് പ്ലാൻ ഇട്ടത് റോസ് ഗാർഡനിലേക്കാണ്. റോസ് ഗാർഡൻ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു പൂന്തോട്ടമാണ്. 1995 ഈ റോസ് ഗാർഡൻ ഓപ്പൺ ചെയ്തത്. ഇത് ഏകദേശം 4 ഹെക്ടറോളം പടർന്നു കിടക്കുന്ന ഒരു പൂന്തോട്ടമാണ്. 20,000-ഓളം റോസ് ചെടികൾ ഇവിടെ ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഒരു കുന്നിൻ്റെ ചെരുവിലായിട്ട് 4-5 തട്ടുകളായിട്ടാണ് ഇവിടെ റോസ് കൃഷികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോസ് കളക്ഷനുകളിൽ ഒരെണ്ണമാണ്. 2006 വേൾഡ് ഫെഡറേഷൻ ഓഫ് റോസ് സൊസൈറ്റിയുടെ ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയ ഒരു പൂന്തോട്ടമാണ് ഈ ഊട്ടിയിലെ റോസ് ഗാർഡൻ. അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടംപോലെ റോസ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാനൊക്കെ. പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ റോസ് ഗാർഡൻ ഒത്തിരി ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 2200-ഓളം മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി. ചെടികളൊക്കെ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് വാങ്ങാനായിട്ട് അവിടെ നഴ്സറിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് വാങ്ങാം അവിടെ. അങ്ങനെ അതെല്ലാം കടന്ന് വീണ്ടും മുന്നോട്ട് പോയി. ഊട്ടി ടൗൺ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. വൈകിട്ട് നല്ല തണുപ്പും ഒരു ചിൽഡ് ക്ലൈമറ്റും. ഊട്ടിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത, അല്ലെ ഒരു വല്ലാത്തൊരു സുഖമുള്ളൊരു ക്ലൈമറ്റ്. എങ്ങനെയും ഒരു 14-15 ഡിഗ്രിയൊക്കെ ആയിരിക്കും റെഗുലറായിട്ടുള്ളൊരു ടെമ്പറേച്ചർ. പിന്നെ പോകുന്ന വഴിക്കൊരു ചായയൊക്കെ ഞങ്ങൾ കുടിച്ചായിരുന്നു. അടുത്തിന് പോകാനുള്ളത് ഊട്ടി ബോട്ട് ഹൗസിലേക്കാണ്. ഇതാണ് അവിടുത്തെ ബോട്ട് ഹൗസിൻ്റെ ടിക്കറ്റ് റേറ്റുകൾ. 2 സീറ്റർ മുതൽ 15 സീറ്റ് വരെയുള്ള ബോട്ടുകൾ അവിടെ അവൈലബിൾ ആണ്. അവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കുറച്ച് രൂപയും കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. കാരണം പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ തിരികെ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും. അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്തിട്ട് നേരെ ബോട്ട് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നു. ഞങ്ങൾ എടുത്തത് 2 സീറ്ററുള്ള പെഡൽ ബോട്ടാണ്, അതായത് ചവിട്ടി ഓടിക്കുന്ന ടൈപ്പ് ബോട്ട്. നന്നായിട്ട് ചവിട്ടണം, എന്നാലേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ. ചവിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതവിടെ നിൽക്കും കേട്ടോ. കുറേ കപ്പിൾസൊക്കെ വന്നിട്ട് ചവിട്ടാണ്ട് പെട്ടുപോയതിങ്ങനെ കണ്ടായിരുന്നു. ഊട്ടി ലേക്കിലാണ് ഈ ബോട്ടിംഗ് ഫെസിലിറ്റി ഉള്ളത്. 65ഓളം ഏക്കറിലാണ് ഈ ഊട്ടിയിലേക്ക് പടർന്നു കിടക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി തണുത്ത കാറ്റും ഫീലൊക്കെയാണ് ഈ ഊട്ടി ലേക്കിലൂടെ ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരികെ ഇറങ്ങി. ഇതാണ് കേട്ടോ ഡെപ്പോസിറ്റ് തിരികെ വാങ്ങുന്ന സ്ഥലം. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഹോഴ്സ് റൈഡിങ്ങിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ചോളമൊക്കെ ചുടുന്നത് കാണാം. പിന്നെ വഴിയരികിൽ ഇഷ്ടംപോലെ ഊട്ടി പൂക്കൾ. ഇതാണ് കേട്ടോ ഊട്ടി പൂവ്. ഊട്ടിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. കുറേ ദിവസം വാഴാതെ ഇരിക്കുന്ന പൂവാണ്. പിന്നെ ഞങ്ങളൊരു ചോളമൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് കുറേ ചോക്ലേറ്റ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഊട്ടി ബോട്ട് ഹൗസിന് സമീപം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിട്ട് അവർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സോവറിൻ ഷോപ്പുകളും അട്രാക്ഷൻ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറേ അട്രാക്ഷൻസ് അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ കുട്ടികൾക്കുള്ള ഗെയിം സോൺസ് അങ്ങനെ കുറേ ഉണ്ട് അവിടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ചോക്ലേറ്റ് ഷോപ്പിൽ കയറി കേട്ടോ. ഊട്ടി ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിന് ഫേമസ് ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഊട്ടി മാത്രമല്ല, ഊട്ടി പോലുള്ള കൂർഗ്, കൊടൈക്കനാൽ, മൂന്നാർ എല്ലായിടത്തും ഇതുപോലുള്ള ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള സൂപ്പർ ചോക്ലേറ്റ്സ് കിട്ടും. അങ്ങനെ ഇതൊരു ഷോപ്പിൽ കയറിയിട്ട് കണ്ട കാഴ്ചയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. കാണാനൊക്കെ തന്നെ നല്ല രസമുണ്ട്. ചോക്ലേറ്റ് ലവേഴ്സിന് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചു. അപ്പോഴേക്കും പിന്നെ നന്നായിട്ട് ഇരുട്ടി നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങി. പിന്നെ ഞങ്ങൾ തിരികെ റൂമിലേക്ക് പോയി. നാളെ ബാക്കി ഊട്ടി കാഴ്ചകളൊക്കെ ഉണ്ട്. സോ ബാക്കി വിശേഷമൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്